ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഇച്ചിരി ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സ്റ്റൈൽ യൂണിയൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ജസ്റ്റ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്റ്റൈൽ യൂണിയൻ പറഞ്ഞ ബ്രാൻഡ് കണ്ടു. അപ്പം ഞാൻ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കി. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇഷ്ടമായി, പിന്നെ കുറച്ചൊക്കെ പരീക്ഷണമായിരുന്നു. അപ്പം അല്ലേ ഞാൻ ഹോൾ വീഡിയോ ആട്ടത്. അപ്പം നമുക്ക് ഞാൻ ഓരോരോ ടോപ്സ് ആയിട്ട് കാണിക്കാം. ടോപ്സും ഉണ്ട്, ജീൻ ടോപ്സും ഉണ്ട്, പിന്നെ കുർത്തിയുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ടോപ്പ് വന്നിട്ട് ഇതാണ്. ഈ ഒരു ഡാർക്ക് ബ്ലൂ ടോപ്പാട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അതിനകത്ത് സൈസ് ഭയങ്കര പാടാണ് കണ്ടുപിടിക്കുക. അപ്പം ഞാൻ ഒന്നെങ്കിൽ അതിനകത്ത് ഉണ്ടായിരുന്ന മീഡിയം അല്ലെങ്കിൽ സ്മോൾ, പിന്നെ ചിലതിൻ്റെ ലാർജ് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അതും കൂടി എടുക്കും. ജസ്റ്റ് നോക്കാമല്ലോ. അതിൻ്റെ സെൻറ്റിമീറ്ററൊക്കെ നോക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പം ഞാൻ ഈ ഒരു ഡാർക്ക് ബ്ലൂ ടോപ്പാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു ഡാർക്ക് ബ്ലൂ ടോപ്പ് എടുത്തത്. ജസ്റ്റ് എന്താ പറയുക, ഇവിടെ ഒരു സ്ലീവ് ഉണ്ട്, ലൈക്ക് ഒരു 3/4, ഇവിടെ ഒരു ഹാഫ് സ്ലീവ് ഉണ്ട്. പിന്നെ ഇവിടെ ലൈക്ക് ഇവിടെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരു നോട്ടാണ്, നമുക്കൊരു നോട്ട് കിട്ടാൻ പറ്റും. പണ്ട് ഒരിടയ്ക്ക് അങ്ങനെ ഒരു ഫാഷനായിരുന്നു, ലൈക്ക് നമ്മൾ ഷർട്ട് ഇട്ടിട്ട് നമ്മൾ നോട്ട് ഇടുമായിരുന്നു. അപ്പം അതേപോലത്തെ ഒരു ടോപ്പ്. യെസ്, ഇതിൻ്റെ സൈസ് മീഡിയം ആട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടോപ്പ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ടോപ്പാണ്. ഇതിന് വീനക്കാണ്, ഭയങ്കര ലൈറ്റ് ബ്ലൂ ടോപ്പാണ്. ആക്ച്വലി ഭയങ്കര ഒരു ഓർഡിനറി എനിക്കൊരു സാധാരണ ടോപ്പാണ്. ഇത് ഞാൻ സത്യം പറഞ്ഞ ഒരു പരീക്ഷണത്തിന് വേണ്ടി മേടിച്ചത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ടോപ്പാണ്. ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് ഒക്കെ ഉണ്ട്, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ആണെങ്കിൽ നമ്മൾക്കിവിടെ ഫ്രണ്ടിലാണെങ്കിൽ ബട്ടനൊക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഇസ് കംഫർട്ടബിൾ ടോപ്പ്. ഇത് ആക്ച്വലി ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഓർമ്മ കിട്ടാറുണ്ട്. ആക്ച്വലി നമ്മളിപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. നമുക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് എന്താ പറയുക, AC ആയതുകൊണ്ട് ഇപ്പം പുറത്തിറങ്ങി കിടക്കുന്ന അവസ്ഥയാണ്. അപ്പം ആ ക്ലൈമറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ടോപ്പ് ഇസ് നൈസ്. അപ്പം അതാണ് നമ്മുടെ സെക്കൻഡ് ടോപ്പ്. ഇനി അടുത്ത നമ്മുടെ തേർഡ് ടോപ്പ് പറഞ്ഞിട്ട് ആ സെയിം തന്നെ, പക്ഷേ ഇച്ചിരി കൂടി കളർഫുള്ളായിട്ട് ഇച്ചിരി കൂടി പ്രിട്ടി ആയിട്ടുള്ളൊരു ടോപ്പായിട്ട് ഇതിന് ഭയങ്കര ഇഷ്ടമായി. ഇതും സെയിം തന്നെ. നമ്മൾക്ക് എന്താ പറയുക, സ്ലീവിൻ്റെ ഇവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, ഇലാസ്റ്റിക് ഉണ്ട്. ആൻഡ് ഇവിടെ ഈ ബ്ലൂ സ്ട്രൈപ്പ് ഒന്നാമത് ഒരു വീക്ക്നെസ് ആണ്. അപ്പം ബ്ലൂ സ്ട്രൈപ്പിൻ്റെ അവിടെ നമ്മൾക്ക് ഈ കുഞ്ഞു ഫ്ലവേഴ്സ്, യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ഭയങ്കര പ്രിട്ടിട്ടോ. സെയിം മറ്റേ മുമ്പിലത്തെ പോലെ തന്നെ സെയിം ആണ്, ബട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ഡിസൈൻ അതിന് മാത്രമേ എന്താ പറയുക ഡിഫറൻസ് ഉള്ളൂ. പിന്നെ നമ്മൾക്ക് ഇവിടെ നെക്കിൻ്റെ അവിടെ ചെറിയൊരു ടൈലും ഉണ്ട്. നൈസ് ടോപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ലാർജ്. അപ്പോൾ ഇതെനിക്ക് ലൂസാണ്. അപ്പോൾ ഇത് ലാർജാണ്, പക്ഷേ മറ്റേ ടോപ്പ് എനിക്ക് ഓൾമോസ്റ്റ് കറക്റ്റായിരുന്നു. അപ്പം ദിസ് ഇസ് ടോപ്പ് നമ്പർ 3. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ, ഭയങ്കര പ്രിട്ടി ടോപ്പാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പ് വന്നിട്ട് ഇത് ആക്ച്വലി ഒരു ഓഫ് ഷോൾഡർ, പക്ഷേ സ്ലീവിൽ ഇങ്ങനെ ഉണ്ടായിട്ട് സ്ലീവ് നമ്മൾ ഇവിടെ കിടക്കും, പക്ഷേ കൈ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ടോപ്പാണ്. ഇത് ഒരു ഒരു ക്രോപ്പ് ടോപ്പാണ്. എനിക്ക് ഇതേപോലത്തെ ടോപ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ, പക്ഷെ എനിക്ക് ഓഫ് ഷോൾഡർ മാത്രം. ഇത് ആക്ച്വലി ഒരു ഓഫ് ഷോൾഡർ ടോപ്പാണ്. ദിസ് ഐ ബോട്ട് ഫ്രം ജുഡിയോ. ഓഫ് ഷോൾഡർ ആയിട്ടല്ലേ ഇട്ടേക്കാൻ. എനിക്ക് ഓഫ് ഷോൾഡർ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര പേടി, അത് എങ്ങനെയും സ്ലിപ്പ് ഓഫ് ആയി പോകും. ഓക്കെ, അപ്പം ഞാൻ വെച്ചു ഇതേപോലെ ഇങ്ങനെ ഒരു ടൈ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇത് ഭയങ്കര എൻ്റെ ഒരു എന്താ പറയുക, ഒരു എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ട്രൈപ്പാണ്. സ്ട്രൈപ്പ് ഇങ്ങനെ ഒരു ഓഫ് ഷോൾഡർ സ്ലീവ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം നമ്മൾ നെക്സ്റ്റ് ടോപ്പ് വന്നിട്ട് ഈ ഒരു ടോപ്പാണ്. ഇത് സാധാരണ ജസ്റ്റ് ഒരു ടീഷർട്ട്, ഒരു ബനിയൻ മോഡലാണ്. ഇവിടെ ആകെയുള്ളൊരു ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നോട്ടുകളാണ്. ഈ സാധനം ഞാൻ എവിടെയോ കണ്ടു. എൻ്റെ വേറെ എവിടെയോ ഏതൊരു ഡ്രസ്സിൽ ഇതേപോലത്തെ ഒരു സാധനമാണ്. ഇത് ജസ്റ്റ് എന്താ പറയുക, ഒരു ടൈ വെച്ചാൽ മറ്റേ ആദ്യം ഞാൻ കാണിച്ച ടോപ്പിൻ്റെ അകത്ത് നമുക്ക് ടൈ ചെയ്യാൻ പറ്റില്ല. ഇത് ഓൾറെഡി ഇങ്ങനൊരു ഡീറ്റെയിലിംഗ് ഉള്ള ടോപ്പാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും പറയാനില്ല. ഇത് ബനിയൻ മെറ്റീരിയലാണ്. അപ്പം സ്ട്രെച്ചബിൾ ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഐ ലൈക്ക് ഇറ്റ്സ്. ഓക്കെ, സോ ഇതിൻ്റെ സൈസ് ഇതിൻ്റെ സൈസ് മീഡിയമാണ്. ഇതെനിക്ക് കറക്റ്റാണ്. ഇതും എനിക്ക് കറക്റ്റാണ്. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ സൈസ് മീഡിയമാണ്. സെയിം ഇതിൻ്റെ ഇവിടെ എന്താ പറയുക, ഇലാസ്റ്റിക് ഒന്നുമില്ല, ഭയങ്കര ലൂസ് ആൻഡ് കംഫർട്ടബിൾ, ഒരു കാഷ്വൽ വെയറിങ്, കാഷ്വലായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുർത്തി കുറച്ച് മേടിച്ചായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബേസിക് എന്താ പറയുക, ഒരു ബേസിക് കുർത്തി. നമുക്ക് വേണമെങ്കിൽ ഒരു ഓഫീസ് വെയർ ആക്കിയിടാം. ആക്ച്വലി നമ്മളൊരു ഡെയിലി വെയർ ഒരു കുർത്തിയാണ്. എനിക്ക് തോന്നുന്നത് ഇച്ചിരി ലൂസാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് മീഡിയമാണ്, എന്താ പറയുക, ഒരു ബേസിക്കാണ്. നമുക്കിവിടെ ഒരു ലൈറ്റ് ഗ്രീൻ ഇച്ചിരി വൈറ്റ് ത്രെഡ് വർക്ക് ഒക്കെ ഉണ്ട് ഒരു ടോപ്പാണ്. ഇതിൻ്റെ ലെങ്ത് ബിലോനി വരെ ഉണ്ട്. ഇതിൻ്റെ സൈസ് മീഡിയം സൈസാണ്. സോ ദിസ് ഇസ് എ ടോപ്പ്.
ഇത് ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഈ ലൂസ് ജീൻ അല്ലെങ്കിൽ ബാഗി ജീൻ്റെ കൂടെയൊക്കെ നമുക്ക് ക്യാരി ചെയ്യാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പർപ്പിൾ കളറായിട്ടുള്ള ടീഷർട്ടാണ്. ഇത് ബേസിക് ടീഷർട്ട് കേട്ടോ, പ്രത്യേകിച്ച് ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. ആൻഡ് ദിസ് ഇസ് വീനെക്ക്, സ്മോൾ ആയിട്ട് സൈസ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഇടാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കാഷ്വലായിട്ട് ഇപ്പം എന്താ പറയുക പുറത്തൊക്കെ പോകാൻ വേണമെങ്കിൽ ഇടാം. ഞാൻ ആലോചിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ജിം വെയർ ആയിട്ട് എടുക്കുന്നത്. എനിക്ക് ജിം വെയർ ഇപ്പോൾ കുറവാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ സൈസ് സ്മോൾ ആണ്. ജസ്റ്റ് ഒരു ബേസിക് ടീഷർട്ട് ഞാൻ വിചാരിച്ചു ഞാൻ അതും മേടിക്കാം. അങ്ങനെ ഐ ബോട്ട് ദിസ്. നമ്മൾ നെക്സ്റ്റ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുർത്തിയാണ്. ബേസിക് ആയിട്ടുള്ള കുർത്തിയായിട്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തന്നെ വേറൊരു കളർ ഏതാണ്ട് ഇതുപോലെ ഇരിക്കുന്ന വേറൊരു കുർത്തി എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര എന്താ പറയുക, കാണുമ്പോൾ ഭയങ്കര രസമുണ്ട്. നല്ല മെറ്റീരിയലാണ്. എനിക്കായിട്ട് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പാണ് ഈ ടോപ്പ്. പൂക്കൾ കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം. ഇതിന് പറഞ്ഞാൽ ഒരു നെറ്റ് സ്ലീവാണുള്ളത്. ആൻഡ് ഇവിടെ ഭയങ്കര പൂക്കളാണ്. ഐ തിങ്ക് ഇറ്റ് ഇസ് എ ക്രോപ്പ് ടോപ്പ്. ആൻഡ് പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടോ. അപ്പം ഇത് മീഡിയം ആണ്. എനിക്ക് തോന്നുന്നു മെറ്റീരിയൽ കോട്ടൺ ആണ്. ഇതാണ് എൻ്റെ ഡ്രസ് ഹോൾ എന്ന് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം ഇഷ്ടമെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് നമുക്ക് അടുത്ത വീഡിയോ കാണാം.